ഹേ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ സ്റ്റോറീസ് ബൈ കൃഷ്ണകാവ്യത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ട്രിവാൻഡ്രം സൂവിൽ പോവുകയാണേ. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് മെല്ലെ നടന്നു തുടങ്ങി. പാർക്കിംഗ് ആയിരുന്നിട്ടും അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഐസ്ക്രീം കഴിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ എങ്കിക്കുട്ടിക്ക് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ അകത്തേക്ക് കയറി. ഐസ്ക്രീം കഴിച്ചുകൊണ്ട് അകത്തോട്ട് അലൗഡ് അല്ല, അത് കഴിച്ച് കഴിഞ്ഞിട്ട് മാത്രമേ അകത്തോട്ട് കയറ്റി വിടുള്ളൂ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ മങ്കിയാണ് കണ്ടത്. മങ്കി പല ടൈപ്പ് മങ്കിയൊക്കെ ഉണ്ടായിരുന്നു. ലൈൻ ടൈൽഡ് മങ്കി, അല്ലാണ്ട് എന്തൊക്കെയോ മങ്കിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി. പിന്നെ കുറേ കിളികളുടെ സെക്ഷനാണ് അത് കഴിഞ്ഞ് വരുന്നത്. പാരറ്റും പിന്നെ പല ടൈപ്പ് പാരറ്റ് ഉണ്ട്. പാരറ്റ്, ഔള്, അങ്ങനെയൊക്കെ കുറേ കോഴികളുടെ തന്നെ വിവിധ ടൈപ്പ് കാട്ടുകോഴി, അങ്ങനെയുള്ള ടൈപ്സ് ഓഫ് കോഴികളുണ്ടായിരുന്നു. അങ്ങനെ കിളികളാണ് ഫസ്റ്റ് മങ്കി കഴിഞ്ഞുള്ള സെക്ഷൻ. അതൊക്കെ കണ്ടിങ്ങനെ വരുമായിരുന്നു. എങ്കിക്കുട്ടി കുഞ്ഞിലെ വളരെ ചെറുതായിരുന്നപ്പോൾ നമ്മൾ കൊണ്ടുപോയതാണ്. അവൾക്ക് അന്നതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ഇപ്പോൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയത് കൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. അറിയാറായി അവൾ എന്തായാലും ഇതെല്ലാം എന്ത് ബേർഡാണ്, എന്ത് അനിമലാണെന്നൊക്കെ. അപ്പോൾ നമുക്ക് ഇപ്പോഴാണ് ശരിക്കും അവളെ കൊണ്ടുപോകാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉള്ളത്. അവൾക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും വന്നിട്ടുള്ളത്. അവൾ അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് എൻജോയ് ചെയ്തൊന്ന് തുടങ്ങിയത് ആക്ച്വലി. പിന്നെ ഇതിനിടയ്ക്ക് എങ്കിക്കുട്ടി ഒന്ന് വീണിട്ടുണ്ടായിരുന്നു. വീണ് എണീറ്റ് കുറച്ച് നേരം കരഞ്ഞു പാവം. പിന്നെ വീണ്ടും അവൾ കൈപിടിച്ച് നടക്കാൻ തുടങ്ങി. വലിയ പ്രശ്നമൊന്നുമില്ല, നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തു. അത്യാവശ്യം നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അവൾ. വീഴുന്നതിൻ്റെ ഒരു വിഷമം വെച്ചാൽ കുറച്ച് എൻജോയ് ചെയ്യാൻ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ അനിമൽസിനെയും ബേർഡ്സിനെയൊക്കെ കാണുമ്പോൾ അവളിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. മുമ്പ് കുഞ്ഞിലേ കൊണ്ടുവരുമ്പോൾ വെറുതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. കാരണം അറിയില്ല എന്താണെന്നുള്ളത്. ഇപ്പോൾ കാണുന്നുണ്ട്, അത്യാവശ്യം പേര് അറിയാവുന്നതിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്. അത് കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. ആ ഒരു ബോറടിച്ച് കണ്ടുകൊണ്ടിരിക്കേണ്ടി വന്നില്ല അവൾക്ക്. മുമ്പെന്ന് പറയുമ്പോൾ നമ്മൾ അവളെ കൊണ്ട് പോകുന്നത് ഇതൊക്കെ ഒന്ന് കാണട്ടെ എന്നുള്ള നമ്മുടെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴാണ് അവൾ ശരിക്കും അത് എൻജോയ് ചെയ്യാനുള്ളൊരു ടൈം ആയത്. ഈ ഒരു ടൈം തന്നെയാണ് ബെസ്റ്റ് ടൈം അവളെ കൊണ്ടുവരാൻ. അവൾക്ക് വേണ്ടി തന്നെയാണ് കൂടുതൽ നമ്മളിവിടെ വന്നത്. സ്പോട്ടഡ് ഡിയർ. ഓ അടിപൊളി. ഇങ്ങോട്ട് ആ വൈറ്റ് ലൈറ്റ് അടിക്കുമ്പോൾ നോക്കി. മാനിൻ്റെയൊക്കെ സെക്ഷൻ കഴിഞ്ഞ ഒരു ടീ കോഫി സ്നാക്സിൻ്റെ സെക്ഷനാണ്. അത് കഴിഞ്ഞ് നേരെ പോകുന്ന ഈ ഡേഞ്ചറസ് അനിമൽസിൻ്റെ സെക്ഷനിലോട്ടാണ്. ആദ്യം തന്നെ ലെപ്പേർഡ്, അത് കഴിഞ്ഞ് ടൈഗർ, പിന്നെ ഒരു ലേഡി ലയൺ, അതായത് ലയണസ് ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് നമ്മൾ ലയനെ വൈദവേ കണ്ടതാണ്. അങ്ങനെ ഡേഞ്ചറസ് അനിമൽസിനെയൊക്കെ കണ്ട് ആസ്വദിച്ചു. പക്ഷേ എങ്കിക്കുട്ടിക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം കൂടുതൽ അറിയുന്ന അനിമൽസ് ഇത് തന്നെയാണ്. കാരണം ഈ അനിമൽസിൻ്റെ പേരുകളാണല്ലോ കൂടുതലും. വൈൽഡ് അനിമൽസ് എന്നൊക്കെ ആദ്യം കേൾക്കുമ്പോഴേ സ്കൂളിലൊക്കെ പഠിപ്പിക്കുക ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ അതൊക്കെ കണ്ട് എൻജോയ് ചെയ്തൊക്കെയാണ്. അതെ, ലേഡി ലയണസ് ആണ്. ഇതെല്ലാം ഒരു ക്യൂരിയോസിറ്റിയോടെ അവളിങ്ങനെ കണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ വീണ്ടും ബേർഡ്സിൻ്റെ കുറച്ച് സെക്ഷൻസാണ് അത് കഴിഞ്ഞ് നേരെ വരുമ്പോൾ. ഓൾമോസ്റ്റ് സൺസെറ്റിൻ്റെ ഒക്കെ ടൈം ആയി വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് ബട്ടർഫ്ലൈ പാർക്കിലാണ്. പക്ഷേ കാര്യമായിട്ട് ബട്ടർഫ്ലൈ പാർക്കിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ചെന്ന് കയറിയപ്പോൾ 2 ബട്ടർഫ്ലൈസ് നമ്മളെ വെൽക്കം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിൻ്റെ വീഡിയോ പെട്ടെന്ന് എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോയതാണ്. പിന്നെ ഞാൻ ഇങ്കിയുടെ കൈയും പിടിച്ച് കാണുന്ന ബട്ടർഫ്ലൈസിനെയൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഒത്തിരിയൊന്നുമില്ല, എങ്കിലും അവിടെ ആയിട്ട് കുറച്ച് ബട്ടർഫ്ലൈസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. അത് കഴിഞ്ഞ് നേരെ റെപ്റ്റൈൽസിൻ്റെ സെക്ഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഈ സെക്ഷനിൽ മൊബൈൽ ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആണ്, അവിടെ നിരോധിച്ചിരിക്കുകയാണ്. പക്ഷെ അത് കൺട്രോൾ ചെയ്യാൻ പ്രത്യേകിച്ച് അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ആ ഒരു സെക്ഷനിൽ ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല. അടുത്തൊരു സെക്ഷനിലായപ്പം എല്ലാവരും എടുക്കുന്നത് കൊണ്ട് ഞാനും 1-2 സ്നേക്സിൻ്റെ ഫോട്ടോ എടുത്തു. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പതുക്കെ. അങ്ങനെ ഓൾമോസ്റ്റ് കാഴ്ചകളൊക്കെ കഴിഞ്ഞു. നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഒന്ന് റെസ്റ്റ് എടുത്തു. കാരണം ഇത്രയും നേരം നടന്നതായിരുന്നു, കാലിച്ചിരി വേദന ഉണ്ടായിരുന്നു. കുറേ നേരം നടന്നു. ഇപ്പോഴും നമ്മൾ റെസ്റ്റ് എടുക്കുന്നത്. ഇതിനിടയ്ക്ക് നമ്മൾ റെസ്റ്റ് എടുക്കാനൊന്നും ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. എങ്കിക്കുട്ടി പിസ്സ വേണമെന്നൊക്കെ പറയുന്നുണ്ട്, എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന്
അവിടെ ഇരുന്ന് കുറേ കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ട് പതുക്കെ നമ്മളങ്ങ് ചലിച്ചു തുടങ്ങി. എങ്കിക്കുട്ടി ഇത്രയും നേരം അത്യാവശ്യം അവൾ നടക്കുന്നുണ്ടായിരുന്നു. എടുത്തത് വളരെ കുറവാണ്. പിന്നെ കുറച്ച് നേരം പാവലേന്ന് കരുതി ഞാൻ എടുത്ത് ഇറങ്ങി. പതുക്കെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.